ഏകദേശം 170 വർഷത്തിന് മേൽ പഴക്കമുള്ള നമ്മുടെ തിരുവനന്തപുരത്തെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയത്തിൻ്റെ അകത്ത് തന്നെയാണ് ഈ പറഞ്ഞ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു വലിയ കില്ലർ ഷാർക്കിൻ്റെ രൂപമാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുവനന്തപുരം തീരമേഖലയിൽ കടൽ തീരത്ത് ചത്തടിഞ്ഞ ഒരു വലിയ കില്ലർ ഷാർക്കിൻ്റെ രൂപമാണ്. ഇതിൻ്റെ സ്കെലിട്ടൺ ഇവിടെ ആക്ച്വലി പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കില്ലർ ഷാർക്കിൻ്റെ സ്കെലിട്ടൺ തന്നെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും എത്രമാത്രം വലുപ്പമുണ്ടായിരുന്ന ഒരു കില്ലർ ഷാർക്ക് ആയിരുന്നു അതെന്നുള്ളത്. ഇത് പ്രിസർവ് ചെയ്ത് അവരത്രയും വഴക്കം ഉണ്ടായിട്ടും വെച്ചിരിക്കുകയാണ്. ഈ 2 റൈനോസും ഒറിജിനലായിട്ട് നമ്മുടെ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന റൈനോസാണ്. ഇത് റീത്ത എന്നും മണിയൻ എന്നും പേരുള്ള 2 റൈനോസിനെ അവരുടെ മരണശേഷം ടാക്സോഡെർമി പ്രക്രിയയിലൂടെ അവരുടെ സ്കിന്ന് പ്രിസർവ് ചെയ്ത് അവയെ ആക്ച്വലി ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നതാണ്. ഞാൻ ശരിക്കും ഇത് കണ്ടപ്പോൾ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അന്നുള്ള അവിടുത്തെ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് അത് ഒറിജിനലായിട്ട് ഉണ്ടായിരുന്ന ജീവികളായിരുന്നു. ഇതൊരു ആനയുടെ സ്കെലിട്ടണാണ് കേട്ടോ. ഈ ലോകത്ത് ജീവിച്ച് മരിച്ച ഒരു വലിയ ആനയുടെ സ്കെലിട്ടണാണ്. അത് പൂർണ്ണമായിട്ടും പ്രിസർവ് ചെയ്ത് ഈ മ്യൂസിയത്തിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ആനയുടെ അസ്ഥിയുണ്ട്, ആനയുടെ കാലുകളുടെ സ്കിന്നുണ്ട്, ആനയുടെ ചെവിയുടെ സ്കിന്നുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അത് പ്രിസർവ് ചെയ്ത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആന കൊമ്പടക്കം. ഞാൻ ആദ്യമായിട്ടാണ് ആനയുടെ പല്ല് കാണുന്നത്. സത്യത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ ആനയുടെ പല്ല് ഇത്രയും അടുത്ത് കാണുന്നത്. അല്ലാതെ കാണാൻ മാർഗമില്ലല്ലോ. പണ്ട് സ്കൂളിലെ ലബോറട്ടറിയിലൊക്കെ പോകുമ്പോൾ ഈ സ്കെലിട്ടൺ കാണുമ്പോൾ പേടിയായിരുന്നു. ഇതാണ് ഐവറിയിലുണ്ടാക്കിയ ഹ്യൂമൻ സ്കെലിട്ടൻ്റെ രൂപം. ഇത് ഒറിജിനൽ ഹ്യൂമൻ സ്കെലിട്ടൺ അല്ല, ഐവറി കൊണ്ടുണ്ടാക്കിയ ഒരു മോഡലാണ്. ആനയുടെ മാത്രമല്ല, ഒരു മ്ലാവിൻ്റെ അസ്ഥികൂടം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു വലിയ മ്ലാവിൻ്റെ അസ്ഥികൂടം പൂർണ്ണമായിട്ടും പ്രിസർവ് ചെയ്ത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മ്ലാവിൻ്റെ അസ്ഥികൂടത്തിന് തൊട്ടടുത്ത് ഒരു ഓസ്ട്രിച്ചിൻ്റെ, ഒരു ഒട്ടകപ്പക്ഷിയുടെ അസ്ഥികൂടവും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, ആ ഒട്ടകപ്പക്ഷിയുടെ അസ്ഥികൾ മുഴുവനായിട്ടും ഉണ്ടെന്നുള്ളതാണ് രസകരം. ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകപ്പക്ഷിയുടെ അസ്ഥികൂടം കാണുന്നത്. ഇതൊരു കഴുതയുടെ അസ്ഥികൂടമാണ് കേട്ടോ. ഈ അസ്ഥികൂടത്തിൻ്റെ ഓരോ അസ്ഥികൂടങ്ങളും ഏത് മൃഗത്തിൻ്റെ ആണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ തൊട്ട് പുറകിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് നീർപ്പന്നി എന്ന് പറയുന്ന ഒരു ജീവിയുടെ അസ്ഥികൂടമാണ്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനൊരു ജീവി ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. ഒരു വലിയ കാട്ടുപോത്തിൻ്റെ അസ്ഥികൂടവും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൊമ്പുകളൊക്കെ ആ ഒറിജിനൽ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ തന്നെ, അതിൻ്റെ അസ്ഥികളും ഒറിജിനൽ തന്നെ. വളരെ ഭംഗിയായിട്ട് വളരെ എഫോർട്ട് എടുത്ത് ഓരോ അസ്ഥിയും പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഐവറി മോഡൽ മാത്രമല്ല, ഒറിജിനൽ ഹ്യൂമൻ സ്കെലിട്ടണും ഈ മ്യൂസിയത്തിലുണ്ട്. ഇതൊരു ഒറിജിനൽ ഹ്യൂമൻ സ്കെലിട്ടനാണ്. നമ്മളെപ്പോലൊക്കെ തന്നെ ജീവിച്ച് മരിച്ച ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ അസ്ഥികൂടം. അതിൻ്റെ ഒപ്പം തന്നെ വിവിധ തരം കുരങ്ങ് വർഗ്ഗങ്ങളുടെ അസ്ഥികൂടങ്ങളും ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്.
സ്കെലിറ്റൺസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ടാക്സോഡെർമി പ്രക്രിയയിലൂടെ മരിച്ചുപോയ ജീവികളെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ഡിസ്പ്ലേ ഏരിയയിലേക്കാണ്. ഇതൊരു പൂർണ്ണമായും ശീതീകരിച്ച ഒരു മുറിയാണ്. ഇവിടെ ഒരുപാട് ജീവി വർഗ്ഗങ്ങളെ അവരുടെ മരണശേഷം അതിനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓരോ ജീവിയുടെയും കൃത്യമായ പേര്, അവയുടെ ബയോളജിക്കൽ നെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാത് ജീവികളുടെ ഈ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന രൂപത്തിനടുത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അതിനെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു വളരെ പ്രയോജനകരമായിരിക്കും. പല കുട്ടികളും അല്ലെങ്കിൽ വിദ്യാർത്ഥികളും ഒക്കെ ഈ പറഞ്ഞ ജീവിവർഗ്ഗങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ വായിക്കുന്നതല്ലാതെ നേരിട്ട് കാണാനൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ പറഞ്ഞ ടാക്സോഡെർമി ഡിസ്പ്ലേ. ഭീമൻ കരയാമയുടെയും ഭീമൻ കടൽ ആമയുടെയും ഒക്കെ രൂപങ്ങൾ ഇവിടെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുട്ട സൂക്ഷിക്കുന്ന രീതിയും ഒക്കെ അത് അവിടെ കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡിസ്പ്ലേ ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന കുറേ ഡൈനോസറുകളുടെയും അങ്ങനെ പഴയ വംശനാശം വന്നുപോയ കുറേ മൃഗങ്ങളുടെ ശില്പങ്ങളാണ്. എൻ്റെ മകന് ഡൈനോസറുകൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. ഈ ജീവിവർഗ്ഗങ്ങളുടെ രൂപങ്ങൾ ഏകദേശം അതിൻ്റെ ഒറിജിനൽ സൈസിൽ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അവിടെയുള്ള ഒരു മാഡമോട് പറഞ്ഞത്. മാത്രമല്ല ഈ ജീവിവർഗ്ഗങ്ങളുടെ എല്ലാം ഈ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ താഴെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉള്ള ഒരു വലിയ ഡിസ്പ്ലേ ബോർഡുണ്ട്. സോ കുട്ടികൾക്കെല്ലാം അവിടെ വന്ന് നിന്നിട്ട് ഈ ഓരോ ജീവിയുടെ പടവും അതിലുള്ള ശില്പവുമായിട്ട് ഒത്തുനോക്കാനും ഒക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫസ്റ്റ് ഫ്ലോറിലും കുറേയേറെ മൃഗങ്ങളുടെ ഇതുപോലെ മരിച്ചുപോയ മൃഗങ്ങളെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും വളരെ രസകരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ സൂവിലുണ്ടായിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ കാട്ടിലുള്ളതായ എല്ലാ മൃഗങ്ങളുടെയും കളക്ഷൻ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുറേയേറെ കഥകളി രൂപങ്ങളുടെയും ചെറിയ ചെറിയ ശില്പങ്ങളുണ്ട് ഇവിടെ. ഇതെല്ലാം ശില്പങ്ങൾ മാത്രമല്ല, ഈ ഓരോ കഥകളി മുദ്രകളും ഇതിൻ്റെ മുകളിലൊരു ഡിസ്പ്ലേ ബോർഡിൽ
കാണിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ ആദ്യമായിട്ടാണ് ഈ കഥകളി രൂപങ്ങൾ ഇവരെ അടുത്ത് കാണുന്നത്. കേരളത്തിലെ 4 കെട്ട് എന്ന് പറയുന്ന വാസ്തുവിദ്യാശാസ്ത്രത്തിൻ്റെ ഒരു മാതൃകയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. പഴയ ഒരു 4 കെട്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അടുത്ത ഒരു ഡിസ്പ്ലേ ഏരിയ ഉണ്ട്. അവിടെ കുറേയേറെ പലതരത്തിലുള്ള ആടുകളുടെ തലയോട്ടികളും അവരുടെ കൊമ്പുകളും കാണിച്ചിട്ടുണ്ട്. ഒരുപാട് എനിക്ക് ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ആടുകളുണ്ടെന്നോ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൊമ്പുകളുള്ള ആടുകളുണ്ടെന്നോ സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലായത്. ഇതൊരു വലിയ കായൽ മുതലയുടെ ശില്പമാണ്. ഒറിജിനലല്ല, ശില്പമാണ്. വംശനാശം വന്നുപോയ ഒരുപാട് ജീവികളും അവയുടെ വലിപ്പവും നമ്മുടെ മനുഷ്യൻ്റെ സാധാരണ വലുപ്പവുമായിട്ടുള്ള കമ്പാരിസൺ കുറേ ശില്പങ്ങളിലൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഇഗ്വാനഡോൺ മുതൽ നമ്മുടെ മാമത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ജീവികളുമായിട്ട് മനുഷ്യൻ്റെ രൂപത്തെ കമ്പാരിസൺ ചെയ്ത് അവിടെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളിതെല്ലാം ഇരുന്ന് കണ്ടു. ഇതുപോലെ കുറേയേറെ അക്വാട്ടിക് ആനിമൽസിൻ്റെ അസ്ഥികളും സ്കെലിറ്റൺസും ഒക്കെ അവിടെ ആക്ച്വലി ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിത് ആദ്യം ശരിക്കും ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്നെ മോനാണിത് വിളിച്ച് കാണിച്ചത്. ഇതൊരു വലിയ കിങ് കോബ്രയുടെ അസ്ഥികൂടമാണ്. ഞാൻ സത്യമായിട്ടും ശ്രദ്ധിച്ചില്ല. അവനാണ് എന്നോട് പറഞ്ഞത്, വെച്ചാൽ ഒരു പാമ്പിൻ്റെ അസ്ഥികൂടം എന്ന് പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കിങ് കോബ്രയുടെ അസ്ഥികൂടമാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു കേട്ടോ, ഒരു ഇന്ത്യൻ റോക്ക് പൈത്തൻ്റെ ഫുൾ സ്കെലിട്ടൺ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നു. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരുപക്ഷെ അതിൻ്റെ ആ അറേഞ്ച്മെൻറ്റ് കണ്ടിട്ടാവും ഇഷ്ടപ്പെട്ടു. ഇതൊരു റിയൽ ക്രോക്കഡൈലിൻ്റെ സ്കള്ളാണ്. ആ പല്ലുകൊണ്ടൊക്കെ ഒരു കടി കിട്ടിയാലത്തെ അവസ്ഥ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. മറക്കാതെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം വിസിറ്റ് ചെയ്യൂ.